ഇന്ന് ചൂണ്ടുവിരൽ ഉപയോഗിക്കേണ്ടുന്ന ദിനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നത്. മോക്ക് പോളിംഗിന് ശേഷം രാവിലെ 7-ന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. 11,168 വാർഡുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മറക്കരുത്. കഴിഞ്ഞ തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ആ മിന്നും വിജയം ഉണ്ടായത് ആ യുവ നേതാക്കന്മാർ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചപ്പോഴാണ്. ഇന്ന് അവരെ എല്ലാം ഒതുക്കി, പ്രത്യേകിച്ച് രാഹുലിനെതിരെ ഈ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ വിസ്മരിക്കരുത്. അങ്ങനെ രാഹുലിനെ ഒതുക്കി ഈ കെ കച്ചനും സംഘവും, പ്രത്യേകിച്ച് കെ മുരളീധരനും ഒക്കെ നേതൃത്വം നൽകുന്ന ആ തിരുവനന്തപുരം വാർഡുകളിലൊക്കെ ജനങ്ങൾ ഇതൊന്നും മറക്കരുത്. രാഹുലിനെതിരെ ഈ കെ മുരളീധരൻ നടത്തിയ ആ പ്രസ്താവനകളും അതുപോലെ തന്നെ ഉണ്ണിത്താൻ നടത്തിയ ആ പ്രസ്താവനകളും ഒക്കെ മറക്കരുത്. അതൊരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞങ്ങൾ അത് കൊണ്ടുവരികയാണ്. കോൺഗ്രസിൻ്റെ നയം വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നിയമ നടപടികൾ അവർ തന്നെ നേരിടേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ ഒരാഴ്ചയെ ബാക്കിയുള്ളൂ. ഇലക്ഷൻ പ്രചാരണത്തിൽ നടക്കുമ്പോൾ ഒരു മാങ്കൂട്ടത്തിൽ വിഷയം ലൈവായി നിർത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ആ വലയിൽ വീഴില്ല. ഞങ്ങളുടെ നയം KPC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും അവർ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചോളാം. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിക്കാരനല്ല. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ കാര്യത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഇനി പാർട്ടിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് വളരെ വ്യക്തമായി KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവരൊന്നും കോൺഗ്രസ്സുകാരൊന്നുമല്ല. പിണറായി വിജയനെ വിമർശിക്കേണ്ടതിന് പകരം വി.ഡി. സതീശനെയും കെ മുരളീധരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയൊക്കെ വിമർശിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരല്ല. അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇന്നലെ ഒരാളെ പൊക്കിയിട്ടുണ്ടല്ലോ, ഒരു യൂട്യൂബുകാരനെ. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പത്രമാധ്യമ രംഗത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട കുറേ ആളുകൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ സൽപ്പേരില്ലാതാക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ ഈ രംഗത്തിന് അപമാനമാണ്, മാധ്യമ രംഗത്തിന് അപമാനമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയാലൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരൊന്നുമല്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും കോൺഗ്രസ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരൊക്കെ സമൂഹത്തിൻ്റെ ശാപമാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ 6 വർഷത്തേക്ക് പുറത്താക്കാൻ KPCC എടുത്ത തീരുമാനത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയും സ്വാഗതാർഹമാണ്. കാരണം പൊതുരംഗത്ത് ഒരു സംശുദ്ധി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് വിഘാതമായി പ്രവർത്തിക്കുന്നവരാരാണോ അവർ പിന്തള്ളപ്പെട്ടു പോകണം. അപ്പോൾ ഇന്നത്തെ ഈ 2 കാര്യങ്ങളും സന്തോഷവും പൊതുസമൂഹത്തിന് വളരെയധികം സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഈ 2 തീരുമാനങ്ങളെയും ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യാം. പുറത്താക്കൽ നടപടി വൈകിയെന്നുള്ളൊരു അഭിപ്രായം അല്ല, ഇപ്പോഴെങ്കിലും അത് ആക്ഷൻ എടുത്തല്ലോ, അത് തന്നെ നല്ല കാര്യമല്ല. കാരണം തുടക്കത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തു. അതിജീവിതയുടെ റിട്ടേൺ കംപ്ലയിൻറ്റ് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം തന്നെ സസ്പെൻഡ് ചെയ്തു. ഇന്ന് നിയമ നടപടികളുമായി കോടതി മുന്നോട്ട് വന്നപ്പോൾ അന്തിമമായിട്ട് പുറത്താക്കി. ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. കാരണം അല്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആ ചാപ്റ്റർ ഞങ്ങളെ സംബന്ധിച്ച് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി
രാഹുൽ ഗാന്ധി വാദിക്കരുതെന്നുള്ളൊരു നിലപാടുണ്ട്. ഇനി പുറത്താക്കപ്പെട്ട ആർക്ക് വേണ്ടിയും പാർട്ടിയിൽ വാദിക്കാൻ പാടില്ല. MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളൊരു പാർട്ടി അല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങൾ സ്പീക്കറാണ് തീരുമാനമെടുക്കുന്നത്. അത് ഉചിതമായിട്ടുള്ള തീരുമാനം സ്പീക്കർക്ക് എടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പൊതുപ്രവർത്തകൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ അത് MLA എന്ന് മാത്രമല്ല, പൊതുരംഗത്ത് നിൽക്കുന്നവർ പാലിക്കേണ്ട മാന്യത പാലിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെ വ്യക്തിയോട് നമ്മൾ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ നടപടി സ്പീക്കറാണ് കൈക്കൊള്ളുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ആരോപണങ്ങളുള്ളവരെയൊന്നും പാർട്ടി അയ്യപ്പൻ്റെ സ്വർണം കട്ട 2 കള്ളന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരായി പോലും ആക്ഷൻ എടുക്കാത്തവരാണ് ഞങ്ങൾ ഉപദേശിക്കാൻ പറ്റും. അപ്പോൾ അവരിപ്പോൾ CPM പടകം പൊട്ടിക്കുന്നുണ്ട്, നടന്നോട്ടെ. കാരണം ഞങ്ങൾ പടകം പൊട്ടിക്കുന്നത് ഡിസംബർ 13 അല്ല, ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു കർശന നിലപാടെടുത്തപ്പോൾ ഈ സൈബർ ആക്രമണം അടക്കമുണ്ടായി. സൈബർ ആര് വില വയ്ക്കും? ഞാൻ പറയുന്നത് കൂലിത്തല്ലുകാർ ആര് വില വയ്ക്കാൻ? സംസ്കാരമില്ലാത്തവർക്ക് വേണ്ടി വാദിക്കുന്നവന് സംസ്കാരം കേട്ടവരില്ല. ഒരു സംശയം അക്കാര്യത്തില്ല. ഇനി സൈബർ വന്നോട്ടെ, വരുന്നെങ്കിലും ഞങ്ങൾ കണ്ടോളാം. സൈബറിൻ്റെ കെയർ ഓഫിലൊന്നുമല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. അങ്ങനത്തെ ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല. അവരാരും കോൺഗ്രസ്സുകാരല്ല. അവർ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല, പൊതുരംഗത്ത് അപമാനകരമായിട്ടുള്ള പ്രവൃത്തിയെടുക്കുന്ന നീചശക്തികളാണ് ഈ സൈബർ എന്ന് പറയുന്നത്. അവരെ ഞാൻ ചോദിക്കുന്നത്, കേരള പോലീസിന് ഇനി എന്താ പറ്റി? ഒളിവിലിരിക്കാതെ പിടിച്ചുകൊണ്ട് വരണം. അതിനാണ് പോലീസ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ നടക്കുന്ന ഒരാളെ അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മീശ വെച്ച് നടക്കുന്നതിന് കാര്യമില്ല. പിടിച്ചു കൊണ്ടുവരട്ടെ, കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കട്ടെ. പാർട്ടി പരിപൂർണമായി തള്ളിക്കഴിഞ്ഞു. ഇനി എന്താ തള്ളിക്കഴിഞ്ഞു. ഇനി ഒരു തിരുത്തലുമില്ല. ഇങ്ങനത്തെ ആൾക്കാർ പാർട്ടിയിലാണ്. ചൊല്ലുണ്ടല്ലോ, നാറിയവരെ ചുമന്നാൽ ചുമന്നവരും നാറും. തന്നെ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്നും ആരോപണം വളരെ ഗൗരവമാണെന്നും കണ്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്, അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടത്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അപ്പോൾ സമാനതകളില്ലാത്ത ഒരു തീരുമാനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിപക്ഷ നേതാവും കൈക്കൊണ്ടത്. രണ്ടുപേരും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതും. പക്ഷെ അതിനുശേഷം വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. കാരണം പാർട്ടി സ്വീകരിച്ച ആ അച്ചടക്ക നടപടി ശിരസ വഹിച്ചുകൊണ്ട് പാർട്ടിയുടെ വേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണുള്ളത്. പാർലമെന്ററി പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയ സ്ഥിതിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായത് അദ്ദേഹം ഈ നടപടികളെ അംഗീകരിക്കുന്നില്ല, ഈ നടപടികളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നൽകിയത്. അദ്ദേഹം അസംബ്ലിയിൽ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഇരയെ ആക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല. കാരണം ഇത്ര ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇരയോട് മര്യാദയ്ക്ക് പെരുമാറുക, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുക, അതൊക്കെ ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് പകരം PR ഏജൻസിയെ നിയോഗിച്ചുകൊണ്ട് ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവരെയൊക്കെ ആക്രമിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൻ മാത്രമല്ല വനിതാ നേതാക്കന്മാരെയും വളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ PR സംഘം ആക്രമിച്ചു. എല്ലാവരും ഭയന്ന് പലതും ഒളിച്ചു വെച്ചു. നാട്ടിൽ നമുക്കറിയാം, പ്രസവിച്ച അമ്മയെ തല്ലിയാലും 2 അഭിപ്രായമുള്ള നാടാണ്. പ്രസവിച്ച അമ്മയെ തല്ലിയാൽ 2 അഭിപ്രായം വരാൻ പാടില്ല. എന്തുകൊണ്ടാ? ആ അമ്മ മഹാ അപരാധം ചെയ്തെങ്കിലും പ്രസവിച്ച അമ്മയല്ലേ, അവരെ തല്ലാൻ പാടില്ല എന്നൊറ്റ അഭിപ്രായം വരാൻ പാടുള്ളൂ. അല്ലാതെ അമ്മയെ തല്ലിയ ശരിയാണെന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു.
ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു. ആ തീരുമാനം ലംഘിച്ചത് അയാൾ ഒറ്റയൊരുത്തനാണ്. പണ്ട് സമാനമായ ഒരു സംഭവം അല്ലെങ്കിൽ പോലും ഒരു ലൈംഗിക അതിക്രമ കേസ് കോവളം MLA-ക്കെതിരെ വന്നപ്പോൾ അദ്ദേഹം എത്ര ആത്മസംയമനത്തോടു കൂടിയാണ് ആ കാര്യം നേരിട്ടത്. അദ്ദേഹം എല്ലാ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഇരയെക്കുറിച്ചോ മാധ്യമപ്രവർത്തകരെ കുറിച്ചോ ഒരക്ഷരം ഉരിയാടാതെ അദ്ദേഹം ആത്മസംയമനം പാലിച്ചുകൊണ്ട് എന്താ സംഭവിച്ചത്? വീണ്ടും അദ്ദേഹത്തിന് അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മിക മൂല്യങ്ങളെ മാനിക്കുന്ന ആർക്കും അയാൾ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാനാവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. നിയമം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേസിന്റെ നിയമപരമായ നടപടികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ അതല്ലല്ലോ ഈ രാജ്യത്ത്, നിയമമല്ലല്ലോ പ്രശ്നം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്ന് ഈ ഇര മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ്. നേരെ മറിച്ച് ഈ KPCC സ്വീകരിച്ച നടപടി, പാർലമെന്ററി പാർട്ടി സ്വീകരിച്ച നടപടി, അത് ശിരസ വഹിച്ച് കുറെ കാലത്തേക്ക് അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു. ഇതൊരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല, പാർലമെന്ററി പാർട്ടിക്കില്ല. അതിന്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത്. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും തയ്യാറാകണം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അപരാധവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന് ഇതിനകത്ത് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല, പ്രായശ്ചിത്തം ചെയ്യേണ്ട കാര്യമില്ല. പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തയും ചെയ്യേണ്ടത് ഒരൊറ്റ വ്യക്തിയാണ്. അയാൾ ഇനിയെങ്കിലും അതിന് തയ്യാറാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. രാഹുൽ പാർട്ടി നടപടി എടുത്തല്ലോ, ആ എടുത്ത നടപടി അംഗീകരിച്ച് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാനാണ് ചെയ്യേണ്ടത്. തയ്യാറായില്ലെങ്കിൽ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഇര മുഖ്യമന്ത്രി എടുത്ത് പോയത് എന്തുകൊണ്ടാ? നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചു. എനിക്കെതിരെ പരാതിയില്ല, പരാതി വരട്ടെ, നോക്കാം, കാണാം. പരാതി വന്നാൽ പരാതിയെ നേരിടേണ്ടതിന് പകരം അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്തത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിക്കത്തില്ല, അനുകൂലിച്ചിട്ടില്ല. ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസ് ആയി കാണാൻ എനിക്കാവില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു കേസ് വരികയും വലിയ വിവാദവും ചെയ്യുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. അല്ല, അതിപ്പോ നമുക്കറിയാമല്ലോ. ശബരിമല സ്വർണ്ണ കേസുണ്ടല്ലോ. സ്വർണം ആരാണ് മോട്ടിച്ചത്? ദ്വാരപാലക ശില്പം ഇളക്കൊണ്ട് പോയാരാ? വാതിൽപ്പടി ഇളക്കൊണ്ട് പോയാരാ? അതുപോലെ കട്ടിളപ്പടി ഇളക്കൊണ്ട് പോയാരാ? രണ്ടുപേർ ആരൊക്കെയാണ്? ഒരാൾ 2 പ്രാവശ്യം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് വാസു. മാത്രമല്ല അയാള് ഗുരുദാസൻ മന്ത്രിയായിരിക്കും, പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി, ദേവസ്വം കമ്മീഷനാക്കി, ദേവസ്വം പ്രസിഡന്റാക്കി. പിണറായി വിജയന്റെ ഏറ്റവും സ്വന്തം ആളാണ് വാസു. അയാൾ ജയിലില്ല. 2 കോന്നി MLA, പാർട്ടിയുടെ മെമ്പർ. മാത്രമല്ല 2 പ്രാവശ്യം ആറന്മുളയിൽ മത്സരിച്ച അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തോറ്റാള്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അയാളകത്ത് കിടക്കുക. അതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞല്ലോ, കുറ്റാരോപണം നടത്തി കഴിഞ്ഞാൽ അവർ രാജിവെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതല്ല പറയുന്നത്, ഞങ്ങൾ ഇതിന് ധാർമ്മികതയാണ് പറയുന്നത്. കുറ്റാരോപിതരെന്ന് പറഞ്ഞ് ജയിലിൽ കിടന്നിട്ട് പോലും നടപടിയെടുക്കാത്ത ഗോവിന്ദൻ മാസ്റ്റർക്ക്
ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ യാതൊരു അവകാശവും പറയട്ടെ. 2 മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ ശബരിമലയിലെ വിഗ്രഹങ്ങൾ അടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചു. ദ്വാരപാലക ശില്പം ഒരു വിഗ്രഹമാണ്, കട്ടിളപ്പടി, അതുപോലെ പിന്നെ വാതിൽപ്പടി, ഇതെല്ലാം സ്വർണമാണ്. ആ സ്വർണം പണ്ട് MG ശ്രീകുമാറിന്റെ ഒരു പാട്ടില്ലേ, വെറും ഒരു മോട്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ? അപ്പൊ പശുവിനെ മോട്ടിച്ചതോ പാല് കുടിക്കാനാണല്ലോ. അപ്പൊ തുണി മോടിച്ചതോ നാണം മറയ്ക്കാനാണല്ലോ. എന്തിനാ സ്വർണം മോട്ടിച്ചത്? പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞാണ്, കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്നോരോന്ന് മാറി മാറി പറയുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയെന്ന്. കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് പാർട്ടി. പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു. എന്തന്വേഷണം? അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം? ഇനിയല്ലേ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത്? നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു, പരാതി നേരിട്ട് കൊടുത്തു. ഇനിയാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ റിസൾട്ട് എന്തുമാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, വി ആർ ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ദാറ്റ്. പക്ഷേ വി ആർ മച്ച് കൺസേൺഡ് അബൌട്ട് അവർ പാർട്ടി. നമ്മുടെ പാർട്ടിക്ക് ഒരു മൂല്യബോധം ഉണ്ടല്ലോ. ആ മൂല്യബോധം തകർക്കാനും കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുമാണ് ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചത്. അതിനെ ആര് ന്യായീകരിച്ചാലും അവരോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവില്ല. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഇതൊന്നും ആവശ്യപ്പെടാനുള്ള യോഗ്യതയൊന്നുമില്ല. പയ്യന്നൂരിൽ 20 വർഷം ശിക്ഷിച്ചു. എന്തിനാ? പോലീസിനെ ബോംബെറിഞ്ഞതിന്. ആ MLA ആ വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചു, മാലയിട്ട് സ്വീകരിച്ചു. പിന്നെ മുകേഷ് എവിടെ നിൽക്കുന്നു? അപ്പോ സമാനതകളില്ലാത്ത പ്രവർത്തികൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയല്ലോ പെൺകുട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിരിക്കുന്ന P ശശി ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും പറയണ്ട. അതല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണം. ആ നിലപാട് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, മാർക്സിസ്റ്റുകാരും BJPക്കാരും ധാർമ്മികതയും പറഞ്ഞുകൊണ്ട് വന്നാൽ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയും. കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആദ്യം എടുത്ത നിലപാട്, ആ നിലപാട് അടിയുറച്ചു നിൽക്കണം. ഇക്കാര്യത്തിൽ 1% പോലും ഈ ഇടയ്ക്ക് നമുക്ക് ശബ്ദിക്കാൻ അവകാശമില്ല, പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വടി കൊടുത്ത് അടി വാങ്ങിച്ചാണ്. ഇതിലൊരു കാര്യം, ഈ ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾ, KPCC ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും എന്താണ് സംഭവിക്കുകയെന്ന് അറിയാത്ത ആളുകളല്ല ഈ കോൺഗ്രസ് നേതാക്കൾ. എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ എങ്ങനെ പിന്തുണയ്ക്കുന്നത്? ഏത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത്? ഒരു നേതാവിന്റെ പേര് പറഞ്ഞു. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, അയാൾ KPCC സെക്രട്ടറിയാന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു? അയാൾ ആരാ KPCC സെക്രട്ടറിയാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അയാളെ പ്രാഥമിക അംഗത്വത്തിൽ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ല. ഹൂ ടോൾഡ് യു ദാറ്റ് ഈസ് ദ സെക്രട്ടറി ഓഫ് ദ PCC? നോ. അയാളെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അയാളെ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. അയാൾ KPCC സെക്രട്ടറിയാന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാണെന്നാണ് നിങ്ങളുടെ ധാരണ. അയാൾ KPCC സെക്രട്ടറി അല്ല, KPCC മെമ്പർ അല്ല. അയാൾ കോൺഗ്രസിന്റെ ഒരു പ്രാഥമിക അംഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഏത് KPCC ഭാരവാഹിയാണ് അനുകൂലമായി പോസ്റ്റ് ഇട്ട? പറയൂ, ഒരു KPCC ഭാരയുടെ പേര് പറയൂ. ഞാൻ പറഞ്ഞല്ലോ അയാൾ KPCC സെക്രട്ടറി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാളെ നിങ്ങൾക്കറിയാമല്ലോ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. ഇപ്പൊ തിരിച്ചെടുത്തു. അതിനപ്പുറം അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് കാണണ്ട. അയാൾ പണ്ട് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അതൊന്നും കൗണ്ട് ചെയ്യണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.